ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൽ ഒരു പ്രത്യേകത, സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇന്ന് തള്ളുന്നതാണ്. ഇത് ഭയങ്കരമായിരിക്കും, ഗംഭീരമായി, പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ. സത്യമല്ല, അങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ ഹൃദയം എന്ന് തള്ളുന്നത്. ഞാൻ ചില സിനിമയൊക്കെ തള്ളു കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട്, വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം. ഞാൻ ചില സിനിമ കാണാൻ തോന്നി, തള്ളു കേൾക്കുമ്പോൾ ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ, എന്നെ ഇതിനകത്തൊന്ന് വിളിച്ചിരുന്ന എന്ത് നന്നായിരുന്നു. പക്ഷെ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വിളിക്കാത്തത് നന്നായി എന്നെനിക്ക് തോന്നാറുണ്ട്. തുറന്നു പറയാം, അതിന് ഒരു നമ്മളെന്താ പറയുക, ഒരു ഡിഫറൻസ് ഇല്ല. നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ അന്ന് വരെ ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനമുണ്ട്, ലോക്ക്ഡൗൺ ചെയ്താൽ അതിനെ ബേസ് ചെയ്തൊരു മലയാള സിനിമയുണ്ട് അല്ലേ. ലോക്ക്ഡൗൺ ചെയ്താത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്തിൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നമ്മളെ കഴിഞ്ഞ 2 വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന 1.5 വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും അല്ലേ. ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ ഒരു കഥ പറയുന്നതല്ല, കഥ കുറച്ച് മുമ്പേ പറയുന്നത്. ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലേ. നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മെസ്സേജ് അപ്പുറം വയ്ക്കും. അപ്പോൾ ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളതാണ്. ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ കൊണ്ടില്ല, ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നതും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത്. ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. ആദ്യത്തെ അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ശിവൻ്റെ കഥ എഴുതിയാണെന്ന് പറയുന്നത്. ഈ സിനിമയുടെ റൈറ്റിങ്ങിനകത്ത് പോയിട്ടുള്ള ഒരു വിധമുണ്ടല്ലോ, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ, വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി ഒക്കെ കുറച്ച് ഹെഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. തിയറീസ്, ഏരിയൻസിന്റെ തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അതിനെ ഏറ്റവും ലോക്കലി ഗ്രൗണ്ടഡ് ആക്കി, റൂട്ടഡ് ആക്കി, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റെഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ടാകും എഴുത്തിലേക്ക്, എത്ര ഇൻഡെപ്ത് അത് സാധാരണക്കാരന് മനസ്സിലാവണം. എന്നാൽ ഈ പറഞ്ഞ കോൺസ്പിറസി തിയറി ഒക്കെ അരച്ചിലക്ക് കുറിച്ച കൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവണം. അങ്ങനെ ഒരു ഇതില് കോൺസ്പിറസി തിയറിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ചന്തു ചേട്ടനും ഇങ്ങനെ ഇവിടെ അങ്ങനെയാണ് ഇപ്പം നാസയിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ടൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇതങ്ങ് ഉൾപ്പെട്ട് പോവുകയാണ്. നമ്മളത് എഴുതുമ്പോൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് തന്നെയാണത്. പിന്നെ ഇതിൻ്റെ മെയിൻ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് പോലെ ഒരു മോക്യുമെൻ്ററി എന്നുള്ളൊരു ഫോർമാറ്റാണ്. അപ്പോൾ ഈ ഓഫീസ് പോലത്തെ TV സീരീസുകളിലൊക്കെ അതായത് കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമൻട്രി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ് ചെയ്തപ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നു. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം ഭയങ്കര സ്പേസിൻ്റെ വലിയൊരു ഫാനാണ്. ഭയങ്കര സ്പേസ്, സൈഫൈ ടെക്നോളജി, ഞാനും അതെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സിങ്ക് ഓൾറെഡി ഉണ്ടായിരുന്നു.